നമസ്കാരം. സോഷ്യൽ മീഡിയയിലൂടെ പച്ചത്തെറി പറയുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതായത് ബാത്റൂമിൽ പോലും എഴുതി വെക്കാൻ മടിക്കുന്ന രീതിയിലേക്കാണ് അത്തരം രീതിയിലേക്കുള്ള തെറികളാണ് ഇന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലേക്ക് പല ആളുകൾക്കും മാനഹാനി ഉണ്ടാവുന്ന രീതിയിലേക്കുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരു കുടുംബത്തെ വർഷങ്ങളായിട്ട് വേട്ടയാടുമ്പോൾ വലിയ രീതിയിലേക്ക് ആ കുടുംബം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതായത് വയസ്സായ സ്ത്രീകളെ വരെ വെറുതെ വിടാത്ത ഒരു വേട്ടയാടൽ. ഒരു കുടുംബത്തിലെ സ്ത്രീകളടക്കം വർഷങ്ങളായിട്ട് വേട്ടയാടുന്ന ഒരു വീഡിയോ ആണ് ജനങ്ങൾക്ക് പങ്കുവെക്കുന്നത്. ഇത്തരം വീഡിയോകൾ പങ്കുവെക്കുന്നത് ഇനി പണി കിട്ടും എന്നുള്ളത് 100% ഉറപ്പിച്ചോളൂ ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക്. തിരുവങ്ങാടി മൂന്നിയൂർ പാറേക്കാവ് പറമ്പിൽ അഷ്റഫ് എന്ന ആളുടെ പേരിലാണ് ചൊമ്മാട് പോലീസ് സ്റ്റേഷൻ കേസെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ അടക്കം വാങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം രീതിയിലേക്കൊക്കെ ആക്രമിക്കുന്ന ആളുകളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കേണ്ടത് ഇദ്ദേഹം ഈ കേസുമായിട്ടല്ല മറ്റു പല കേസുമായിട്ടൊക്കെ ഇദ്ദേഹം ഇത്തരം രീതിയിലേക്കുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വർഷങ്ങളായിട്ടൊക്കെ ഈ പല കുടുംബത്തെയൊക്കെ പല ആളുകളൊക്കെ നിരന്തരമായിട്ട് ആക്രമിക്കുന്ന ആളുകളോട് പറയാണ് നിങ്ങൾ പിടിക്കപ്പെടും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ വീഡിയോ ജനങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത്. ഇത്തരം രീതിയിലേക്കൊക്കെ അതായത് ഒരു കുടുംബത്തെ വർഷങ്ങളായിട്ട് ആക്രമിക്കുക, വർഷങ്ങളായിട്ട് അവരുടെ സ്ത്രീകളടക്കം അതായത് അത് വലിയ രീതിയിലേക്കുള്ള വയസ്സായുള്ള 65 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളടക്കം ആക്രമിക്കുന്ന രീതി എന്താണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? അതെ, അതിപ്പോൾ ഈ കാലഘട്ടത്തിൽ കുറേ ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. പൊതുസമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളെ ഇതേപോലെ വ്യക്തിഹത്യ നടത്തുക, അതേപോലെ അങ്ങനെ ഈ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഇവർ നല്ല രീതിയിൽ ഏത് വിശ്വാസവും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാവും ആളുകളെ ഇതിൽ എന്ത് ചെയ്യും, അതിൽ നല്ലൊരു മനുഷ്യനാണെന്നുള്ള കാഴ്ചപ്പാടിൽ അവരെ ലിങ്കായിട്ട് അവരിങ്ങനെ പറ്റിച്ചു പോകുന്ന സ്ഥിതി ഇവിടെ നല്ല മൊത്തത്തിലുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് അങ്ങനെ തുറന്നു കാണിക്കണം എന്നുള്ളതാണ് ഈ ആത്മീയതൊക്കെ വെച്ചിട്ട് പല ആളുകളൊക്കെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കുറച്ച് ആളുകളൊക്കെ അവരുടെ പിന്നാലെ ഉണ്ടാവും അല്ലേ? അപ്പൊ അവരെ വെച്ചിട്ട് ഈ സംഭവം സക്സസ് ആയി കളയുക എന്നുള്ള കണ്ടീഷനിലേക്കാണ് പോവുക. അതെ, ഇപ്പൊ ഈ കാലഘട്ടത്തിൽ അങ്ങനത്തെ കൂടുതൽ കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനത്തെ ആളുകളൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ കുറെ ട്രാപ്പിലൂടെ ഒക്കെ വരുന്നത്. തീർച്ചയായും ഇത്തരം സംഭവങ്ങളൊക്കെ ശരിക്കും ജനങ്ങളോട് തുറന്നു കാണിക്കേണ്ടത് വീണ്ടും പറയാണ്. അതായത് ഒരാൾക്കെതിരെ എന്തും പറയാമെന്നുള്ള അവകാശത്തിലേക്ക് ആളുകൾ കടന്നു വരികയാണ്. അപ്പോൾ അത് അവകാശമല്ല എന്നുള്ളത് തുറന്നു കാണിക്കേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന്റെ ഫോൺ അടക്കം പോലീസ് സ്റ്റേഷനിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അത്തരം ഇതിലേക്ക് കേസ് എടുത്തിട്ടുണ്ട്. 100% ഇതിന്റെ പിന്നാലെ ഈ കുടുംബം പോകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ കുടുങ്ങും, ഒരു ദിവസം നിങ്ങൾ കുടുങ്ങും എന്നുള്ളത് ഉറപ്പാണ്. നന്ദി, നമസ്കാരം.